ഹായ്. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മൾ 10th പ്രിലിംസ് ഹോട്ട് ടോപ്പിക്സ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓറലിൽ തന്നെ ഓരോ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓറലിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ റിവിഷനും കൂടെ കിട്ടും. അപ്പോൾ ഓറലിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ എല്ലാം കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ വാസ്കോ ഡ ഗാമയെ പറ്റി പഠിച്ചതല്ലേ? വാസ്കോ ഡ ഗാമയെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചതാണ്? വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. ആരാണ്? സർദാർ KM പണിക്കരാണ് വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. ഈ സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കരാണ്. ഈ മന്നത്ത് പത്മനാഭൻ വേറെന്തോ അറിയപ്പെടുന്നുണ്ടല്ലോ, ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിക്കും, അതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിലെ നേതാവ് ആരാന്ന് ഇമ്പോർട്ടന്റ് ആക്കി പഠിച്ചില്ലെങ്കിലും വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. എപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം? 1924 നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ TK മാധവനാണ്. അപ്പൊ നമ്മൾ വാസ്കോ ഡ ഗാമ എന്നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയത്? വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1498 മെയ് 20 എപ്പോഴാണ്? 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത്. വാസ്കോ ഡ ഗാമ എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട്? 3 തവണയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. 1498, 1502, പിന്നെ എപ്പോഴാണ്? 1524. അതിലൊരു 24 ഇല്ലേ? അപ്പൊ 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചു. വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. പിന്നീട് 1539 പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. 1539 കൊണ്ടുപോയത്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ എന്ന പേരുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് കേട്ടോ. എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ആരാണ്? മാനുവൽ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ചോദിക്കൂലേ, ഏതാണ്? സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ ആണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ സെന്റ് ഗബ്രിയേൽ അല്ലെങ്കിൽ സാവോ ഗബ്രിയേൽ. ഇനി വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ്. സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. ഇനി വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അൽവാരോ വെൻഹോവ് ആണ്. വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഹരിത വിപ്ലവം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഹരിത വിപ്ലവം ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാ? അത് MP സിംഗ് ആണ് അല്ലെ. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് MP സിംഗ് ആണ്. ഈ ഹരിത വിപ്ലവത്തിന് ആ പേര്, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ്. ആരാണ്? വില്യം ഗൗഡ്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. പിന്നെ നമ്മൾ 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം പഠിച്ചിരുന്നു. 1857 വിപ്ലവത്തിന്റെ മറ്റു പേരുകൾ ചോദിക്കും. 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? 1857 വിപ്ലവമാണ്. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് മീററ്റിൽ നിന്നുമാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നും. ആദ്യ രക്തസാക്ഷി ആരാണ്? നമ്മൾ പഠിച്ചാലേ മംഗൾ പാണ്ഡെയാണ് അല്ലെ. ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്താണ്? അത് ചപ്പാത്തിയും ചുവന്ന താമരയും. എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ആരാണ്? ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ഇനി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ അത് മണികർണിക.
എന്താണ്? മണികർണിക. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ ധോണ്ടു പന്ത്. എന്താണ്? ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. കാൺപൂരിൽ നേതൃത്വം നൽകിയതാരാണ്? കാൺപൂരിലെ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസി റാണി ലക്ഷ്മിബായ്. പിന്നെ മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റിൽ കഥം അല്ലെ, മീററ്റിലെ കഥം സിംഗ് ആണ്. എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാം ഒന്ന് ഓർത്ത് നോക്കുക. കിട്ടാത്ത ഭാഗമുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. എവിടെയാണ് കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? കൈഗ എവിടെയാണ്? കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്പട്ട് എവിടെയാണ്? കോട്ട റാവത്പട്ട്. കോട്ട ആരുടെ കോട്ടയാണ്? രാജാവിന്റെ കോട്ട എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ രാജാവിന്റെ കോട്ട അപ്പൊ എവിടെയാണ്? കോട്ട റാവത്പട്ട് രാജസ്ഥാൻ ആണ് അല്ലെ. പിന്നെ കൽപ്പാക്ക, കൂടംകുളം കൽപ്പാക്ക എവിടെയാണ്? നീ ഇന്ത പക്കം പാടാ, നീ എന്ത പക്കം പോടാന്ന് ആരാ പറയാ? അത് തമിഴന്മാർ. അപ്പൊ തമിഴിലെ തമിഴ്നാടാണ് കൽപ്പാക്കം. കൂടംകുളം കൽപ്പാക്കം എന്നിവ തമിഴ്നാടാണ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ, എല്ലാം ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം എക്സാമിന് പോകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം ആദിത്യ L1 നോക്കാം. ആദിത്യ L1. അതിനു മുമ്പ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചു നോക്കട്ടെ. ശ്രീനാരായണ ഗുരു എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ശ്രീനാരായണ ഗുരു എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒന്നാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? എല്ലാവരും ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ട അതിലൊരു ഗുരു ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ പോയി കറുപ്പിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു, അതിനൊരു ഗുരു ഉണ്ടാവൂലേ? അതാരാണ്? തൈക്കാട് അയ്യാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് ആര്? തൈക്കാട് അയ്യ. അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ശ്രദ്ധിക്കണം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. എന്നാൽ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളെയാണ്. ആരെയാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത്. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഓക്കെ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ്? 1888 എപ്പോഴാണ്? 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എവിടെയാണ്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്ന്. ഈ ശങ്കരൻ വെച്ച് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജി ശങ്കരക്കുറുപ്പ് അല്ലെ. ജി ശങ്കരക്കുറുപ്പ്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ്. നമ്മൾ പഠിച്ചല്ലേ, ജ്ഞാനപീഠം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ അല്ലെങ്കിൽ ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പിനാണ്. ഏതാ വർഷം? 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? 1980 ലഭിച്ചത്. ആർക്കാണ്? ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാലും ആർക്കാണ്? എസ് കെ പൊറ്റക്കാട്. എന്താണ് അറിയപ്പെടുന്നത്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ്. അപ്പൊ 1980 രണ്ടാമത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടിനാണ്. ആർക്കാണ്? എസ് കെ പൊറ്റക്കാട്. ഏതാണ് കൃതി? ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഏതാണ് ആ ദേശം? പഠിച്ചു വെക്കണേ. അതിരാണിപ്പാടം. ഏതാണ് ആ ദേശം? ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ. ഏതാണ്? അതിരാണിപ്പാടം. ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് മിഠായി തെരുവാണ്. അതിൽ തന്നെ തെരുവുണ്ട്. അപ്പൊ ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാണ്? മിഠായി തെരുവും. ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാന്ന് ചോദിച്ചാൽ അത് അതിരാണിപ്പാടം. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? എന്റെ വഴിയമ്പലങ്ങൾ. ഓക്കെ. പിന്നെ 1984 ആർക്കാണ് ലഭിച്ചത്? അത് തകഴിക്കാണ് അല്ലെ. 1984 തകഴിക്കാണ് ലഭിച്ചത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി. അടുത്തത് ആർക്കാ ലഭിച്ചത്? 1995 ആർക്ക് ലഭിച്ചു? MT ക്കാണ് ലഭിച്ചത് അല്ലെ. 1995 MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരാണ്. അടുത്തത് ആർക്ക് ലഭിച്ചു? 2007 ONV ക്കാണ് ലഭിച്ചത്. 2007 ONV. 2019 അക്കിത്തം. അക്കിത്തത്തിന്റെ വരികൾ നമ്മൾ പഠിച്ചു. വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ സുഖപ്രദം. ഓക്കെ. പിന്നെ കുറെ വരികൾ നമുക്ക് പഠിക്കാണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെയാണ്? വയലാറിന്റെ വരികളാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ. വയലാറിന്റെ വരികളാണ്. ആരൊരാളിൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ. വയലാറിന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളിന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. പിന്നെ നമുക്ക് പഠിക്കാണ്ട്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതാരുടെയാണ്? അതും വള്ളത്തോളിന്റെ വരികളാണ്.
കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. ആരെയാണ് അത്? ചങ്ങമ്പുഴയുടെ വരികളാണ്. എന്താണ്? കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ്? കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണ്. തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ചങ്ങ. ഓക്കെ, തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ചങ്ങ. അപ്പൊ ചങ്ങമ്പുഴയുടെ വരികളാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടെവിടെ. കേട്ടിട്ടുണ്ടാവില്ലേ? കാക്കേ കാക്കേ കൂടെവിടെ പ്രാവേ പ്രാവേ പോകരുത്. ഇത് രണ്ടും ആരുടെയാണ്? ഇത് ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കാക്കേ കൂടെവിടെ പ്രാവേ പ്രാവേ പോകരുത്. ജാതി ചോദിക്ക ഇല്ല ഞാൻ സോദരി. അത് ആരുടെയാണ്? അത് കുമാരനാശാന്റെയാണ് അല്ലേ? ജാതി ചോദിക്ക ഇല്ല ഞാൻ സോദരി, അത് കുമാരനാശാന്റെയാണ്. ആശയഗംഭീരൻ സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാൻ. നമ്മൾ പഠിച്ചാണല്ലേ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുമാരനാശാനെ കണക്ട് ചെയ്താണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. അവനവനാത്മ സുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അവനവനാത്മ സുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ആത്മോപദേശ ശതകം എന്ന കൃതിയിലാണ് ശ്രീനാരായണ ഗുരു അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ പഠിക്കണ്ടേ? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലെ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വേളയിൽ ഗുരു രചിച്ച കൃതി ഏതാ നമ്മളോട് പഠിക്കാൻ പറഞ്ഞായിരുന്നു? ശിവപ്രതിഷ്ഠ. അപ്പൊ ഏതാണ്? ശിവശതകം. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമുക്ക് നോക്കാം. ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ശിവശതകം, ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം. ഇതൊക്കെ പിന്നെ ജാതി മീമാംസ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, അത് ഏതിലാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജാതി മീമാംസയിലാണ് അല്ലേ? അത് ഗുരു എവിടെ നിന്നാണ് അത് കടം കൊണ്ടത്? അത് വേറൊരാളുടെ വാക്കുകളല്ലേ? ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആരാണ്? അത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യയുടെ വാക്കുകൾ വിവർത്തനം ചെയ്താണ് ഗുരു പറഞ്ഞത്. തൈക്കാടയ്യ എന്താണ് പറഞ്ഞത്? ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ. ഈ വാക്കുകളാണ് ഗുരു തർജ്ജമ ചെയ്തിട്ട് എന്ത് പറഞ്ഞത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അപ്പൊ തൈക്കാടയ്യയുടെ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടി, ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും കിട്ടി. ഇനി വൈകുണ്ഠസ്വാമികളുടെയും കൂടി പഠിക്കാം. ജാതി ഒന്ന്, മതം ഒന്ന്, ഒന്ന് 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 എന്ന് പറഞ്ഞത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. ഇല്ല ഇല്ല അല്ല, വേണ്ട 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 എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് കേട്ട് കേട്ട് നമ്മൾ തയമ്പിച്ചാണ് നമുക്കറിയാം ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ആരാണ്? തൈക്കാടയ്യ. തമിഴന്മാരെന്താ വിളിക്കുക? ഒരു മുതിർന്ന ഒരാളെന്താ വിളിക്കുക? അയ്യാന്നല്ലേ വിളിക്കുക. അപ്പൊ അങ്ങനെ കണക്ക് ചെയ്തോടെ, തൈക്കാടയ്യ തമിഴാണ്. അപ്പൊ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ തൈക്കാടയ്യെ പറ്റി അറിഞ്ഞാൽ മനസ്സിലാവും. സൂപ്രണ്ടയ്യ എന്നും അതുപോലെ തന്നെ പാണ്ടി പറയൻ, പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? തൈക്കാടയ്യാണ്. അപ്പൊ തൈക്കാടയ്യാണ് ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഒന്ന് 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 എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളും. വേണ്ട 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 എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനും. ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. എല്ലാം ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് പഠിച്ചു വെക്കുക. കൃതികൾ പഠിക്കണം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, അതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. കൃതികൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. എപ്പോഴാണ് SNDP സ്ഥാപിതമായത്? 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ചോദിക്കും SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ അറിയാം, ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത അധ്യക്ഷൻ. ഇനി SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ്. ആരാണ്? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു ആണ് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. അത് നമുക്ക് എങ്ങനെ ആലോചിക്കാം? ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിക്കാണ്. നിങ്ങൾ ഇത് തുടങ്ങണം, SNDP നിങ്ങൾ ആരംഭിക്കണം. അപ്പൊ ശ്രീനാരായണ ഗുരു പറയാണ്, ഓക്കെ ഞാൻ തുടങ്ങാം, ഞാൻ അധ്യക്ഷൻ, നീ ഉപാധ്യക്ഷൻ. അപ്പൊ ആരാണ് ആദ്യ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയേ ആരാണ്? ഡോക്ടർ പൽപു ആണ് കേട്ടോ. ഡോക്ടർ പൽപു ആണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. അതും കിട്ടിയല്ലോ. അപ്പൊ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു. ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാൻ. ആരാണ്? കുമാരനാശാനാണ്. അതുവരെ എല്ലാം ക്ലിയർ അല്ലേ? 1903 മെയ് 15 SNDP സ്ഥാപിതമായത്.
പിന്നെ നമ്മൾ ഏത് വർഷമാണ് പഠിച്ചത്? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1925. 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922. എപ്പോഴാണ്? 1922. ഓക്കെ, അപ്പൊ അതുവരെ എല്ലാം ക്ലിയർ അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഏക നവോത്ഥാന നായകൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ, ഇതൊക്കെ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, നൂറ്റാണ്ടിലെ മലയാളി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവിനെയാണ്. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടണം. ഓക്കെ, അടുത്ത നമുക്ക് ആദിത്യ L1 നോക്കാം. ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ്. ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. നമ്മൾ ചന്ദ്രയാൻ 3 പഠിച്ചൂലേ? എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. ഇതിന്റെ ഇടയിലിട്ട് കുഴക്കണില്ല, നമുക്ക് ഇത് പഠിച്ചു പോവാം. ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. എന്താണ്? ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. എന്നാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? കിട്ടിയില്ലേ? ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം. ആദ്യ ചൊവ്വാദൗത്യം ഏതാണ്? മംഗൾയാനാണ് അല്ലെ? ആദ്യ ചൊവ്വാദൗത്യം മംഗൾയാനാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാന്ന് ചോദിച്ചാൽ ആദിത്യ L1. വിക്ഷേപണ തീയതി 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ 2. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. വാഹനം ഏതാണ്? PSLV C57. PSLV C57 ആണ് ആദിത്യ L1ന്റെ വാഹനം. ഏതാണ്? PSLV C57. PSLV C57. മറ്റേന്റെ വാഹനം നമ്മൾ പഠിച്ചതല്ലേ? ചന്ദ്രയാൻ 3ന്റെ LV M3 M4. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലേ? LV M3 M4. ഓക്കെ, അപ്പൊ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിഗർ ഷാജിയാണ്. കിട്ടിയോ? ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2. പിന്നെ വാഹനം PSLV C57 ആണ്. ഓക്കെ, പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ SR ബിജു ആണ്. SR ബിജു ആണ് മിഷൻ ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ SR ബിജു. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിഗർ ഷാജി. ഓക്കെ, ലഗ്രാഞ്ച് പോയിന്റിലെ ഹെയിലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെക്കണം. എന്നാണ് എത്തിയത്? 2024 ജനുവരി 6. ഹെയിലോ ഭ്രമണപഥത്തിൽ എത്തിയത് എപ്പോഴാണ്? 2024 ജനുവരി 6. പഠിച്ചു വെക്കണേ. PSC ബുള്ളറ്റിലും കൂടി വന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ജനുവരി 6. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ തരും. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് മംഗൾയാൻ. വെരി ഗുഡ്, അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ശരിയിട്ട് പോരുത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഏതാണ്? ആദിത്യ L1. വിക്ഷേപണ തീയതി 2023 സെപ്റ്റംബർ 2. ഓക്കെ, ഇവിടെയും കൺഫ്യൂഷൻ വരരുത്. 2023 ജൂലൈ 14 ആദിത്യ L1ന്റെ വിക്ഷേപണ തീയതി. അതെ, അത് ശരിയാണ്. അല്ല, അത് ശരിയല്ല. ചന്ദ്രയാൻ 3യുടെ ആണ് അത്. ഏത്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചാണ്. ഇവിടെ ആദിത്യ L1 ആണ്. അതെന്നാണ്? 2023 സെപ്റ്റംബർ 2. ഓക്കെ, ശ്രീഹരിക്കോട്ട സതീഷ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. വാഹനം PSLV C57. വാഹനം ഏതാണ്? PSLV C57 ആണ്. PSLV C57 ആണ്. PSLV C57 ആണ് ആദിത്യ L1ന്റെ വാഹനം. ഓക്കെ, പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ലഗ്രാഞ്ച് പോയിന്റിലെ ഹെയിലോ ഭ്രമണ പഥത്തിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 6. 2024 ജനുവരി 6 ഹെയിലോ ഭ്രമണ പഥത്തിൽ എത്തിയത്. അതുവരെയുള്ള ഡേറ്റ് ക്ലിയർ അല്ലേ? വിക്ഷേപിച്ചത് എന്നാണ്? 2023 എന്നാണ്? സെപ്റ്റംബർ 2. ഇവിടെ എത്തിയത് എന്നാണ്? ഹെയിലോ ഭ്രമണ പഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 2024 ജനുവരി 6. അതുവരെ സെറ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഒറ്റ പ്രാവശ്യം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. എന്താണ് വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. എന്താണ്? ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. പ്രൊജക്ട് ഡയറക്ടർ ആരാ? പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ SR ബിജു. അതുവരെ സെറ്റ് അല്ലേ? ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ PSLV C57 ആണ് വാഹനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നമുക്ക് ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് നമ്മൾ ഏകദേശം ഒക്കെ അറിഞ്ഞു. ഇനി എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇടയിൽ കൂടെ പറഞ്ഞു പോകും. അപ്പൊ ഇപ്പൊ നമ്മൾ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട് പഠിക്കാം. 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25. അന്ന് എന്താണ്? കേരളത്തിൽ ജീവകാരുണ്യ ദിനമാണ് അല്ലെ? കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, അപ്പൊ 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ കണ്ണമ്മൂല. നമുക്ക് എങ്ങനെ ആലോചിക്കാം കൊല്ലൂർ കണ്ണമ്മൂല കിട്ടാൻ? ഈ ചട്ടമ്പിമാർക്ക് എന്താ പണി? ചട്ടമ്പി സ്വാമികൾക്കല്ല, ചട്ടമ്പി എന്ന വാക്കിന് ചട്ടമ്പിമാർക്ക് എന്താണ് പണി?
ചട്ടമ്പി എന്ന വാക്ക് മാത്രം എടുക്കുക, ചട്ടമ്പി സ്വാമികൾ കണക്ട് ചെയ്യരുത്, ചട്ടമ്പി എന്ന വാക്ക് മാത്രം മാറ്റി കണക്ട് ചെയ്യുക. എന്താണ് ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയൊക്കെയാണ് അല്ലേ? ചട്ടമ്പിമാർക്ക് എന്താണ്? കൊല്ലും കൊലയൊക്കെയാണ് പണി. അപ്പൊ ചട്ടമ്പിമാർക്ക് കൊല്ലും കൊലയാണ് പണി എന്ന് ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടും? കൊല്ലൂർ കണ്ണമൂല, കൊല്ലൂർ കണ്ണമൂല. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ കൊല്ലൂർ കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻ പിള്ള. ബാല്യത്തിൽ എന്താവും? ആളൊരു കുഞ്ഞാവും. അപ്പൊ എന്താണ്? കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം ചോദിച്ചത് അയ്യപ്പൻ. യഥാർത്ഥ നാമം എന്താണ്? രണ്ടും മാറിപ്പോരുത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം, യഥാർത്ഥത്തിൽ ഒരു നാമം ഉണ്ടാവില്ല, അതൊക്കെ അങ്ങനെയൊക്കെയല്ല അയ്യപ്പൻ വരിക. ഈ കുഞ്ഞായിട്ടുള്ള ഒരാളെ പോയിട്ട് അയ്യപ്പ എന്ന് വിളിക്കോ? ഇല്ല, കുഞ്ഞായിട്ടുള്ള ആളെ അയ്യപ്പനല്ല, അത് കുഞ്ഞൻ പിള്ള, അത് കുഞ്ഞാണ്. അപ്പൊ ചെറിയ കുഞ്ഞാണ്. അപ്പൊ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള, യഥാർത്ഥ നാമം അയ്യപ്പൻ. ഇനി അദ്ദേഹം അറിയപ്പെടുന്നത് സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, പിന്നെന്താണ് ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. എന്തൊക്കെയാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. പഠിച്ചു വെക്കണേ. സർവ്വവിദ്യാധിരാജൻ, സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട് പ്രധാനമായിട്ട് ഈ പേരുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കൂടുതലും ചോദ്യങ്ങൾ ആ രീതിയിൽ വരലുണ്ട്. എങ്ങനെയൊക്കെ ചോദിക്കും? ബാല്യകാല നാമം ഒരു പേരായോ? ബാല്യകാല നാമം എന്താ? കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം വേറൊരു പേരായോ? അയ്യപ്പൻ. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് സർവ്വവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. അറിഞ്ഞു വെക്കണേ. ഇനി ജ്ഞാനോദയം ലഭിച്ച സ്ഥലം, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് വടിവേശ്വരം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് എവിടെ നിന്നാണ് ജ്ഞാനോദയം ലഭിച്ചത്? വടിവേശ്വരത്ത് വെച്ചിട്ടാണ്. ഇനി നമുക്കത് എങ്ങനെ ആലോചിക്കാം? നമുക്കൊക്കെ എങ്ങനെ ജ്ഞാനം ലഭിച്ചത്? എങ്ങനെയാണ്? വടി കൊണ്ട് 2 കിട്ടിയിട്ടല്ലേ? ടീച്ചർമാരെന്ന് വടി കൊണ്ട് 2 കിട്ടിയാണ് നമുക്ക് ജ്ഞാനം ലഭിച്ചത് അല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വടി. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിക്കാൻ എന്ത് വേണ്ടി വന്നു? വടി വേണ്ടി വന്നു. അപ്പൊ വടിവേശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവേശ്വരം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവേശ്വരം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആര് പറഞ്ഞു എന്നും ചോദിക്കും. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരാണ് പറഞ്ഞത്? വിവേകാനന്ദനാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ. ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷിപ്പിച്ച് കളിക്കലാണ് പണി. ഇനി ഓരോ വിശേഷണങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെയാണ് വിശേഷിപ്പിച്ചത്. അത് ക്ലിയർ ആയല്ലോ. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ പറയാണ്, ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടാണ് പറയുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. അപ്പൊ ചട്ടമ്പി സ്വാമികൾ തിരിച്ചങ്ങട്ട്, അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അല്ലെ? അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനാണെങ്കിൽ, ചട്ടമ്പി സ്വാമികൾ തിരിച്ചങ്ങോട്ട് പറയാണ് വിവേകാനന്ദൻ പക്ഷിരാജനായ ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ കേരളക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ. ഇതിൽ ചോദ്യം വരുന്നത് എങ്ങനെയൊക്കെയെന്ന് അറിയോ? ഒന്ന് വേദാധികാര നിരൂപണം, അവിടുന്ന് ഒരു ചോദ്യം വരാണ്ട്. പിന്നെ ഒന്ന് പ്രാചീന മലയാളം. ഈ പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിക്കാം? പ്രാചീന കാലം തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും വലുതല്ലേ അത്? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ പ്രാചീന കാലം തൊട്ട് എഴുതി വന്ന കൃതി, അല്ലെങ്കിൽ കഴിഞ്ഞു, പ്രാചീന കാലം തൊട്ട് എഴുതി വരുന്ന ഒരു കൃതിയാണ്, അത്ര വലുതാണ്. അപ്പൊ പ്രാചീന മലയാളം. ഓക്കെ, അപ്പൊ ഇനി വേദാധികാര നിരൂപണം. സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതിനെ പറ്റി പറയുന്ന ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. നമ്മൾ ഷോർട്സിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ഷോർട്സ് കണ്ടു വെക്കുക. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് സവർണർക്ക് അവർണർക്ക് വേദം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവർണർക്ക് മാത്രം ഉണ്ടായിരുന്നത്. അപ്പൊ വേദം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട്. വേദാധികാര നിരൂപണം. ഈ കൃതിയെ പറ്റിയിട്ട് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ഏത് കൃതിയെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വേദാധികാര നിരൂപണം. അല്ലെ? വേദാധികാരം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ട്. അപ്പൊ ഒരു തീ അവിടെ തന്നെ ആലോചിച്ചാൽ, അപ്പൊ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്.
ഈ മോക്ഷപ്രദീപ ഖണ്ഡനല്ലേ, മോക്ഷപ്രദീപ ഖണ്ഡനം, മോക്ഷപ്രദീപം എന്ന കൃതിയുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയുണ്ട്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച ഒരു കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ക്രിസ്തുമത ചേതനം, ആദിഭാഷ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ കുറിച്ചാണ്? ഏതാണ്? വേദാധികാര നിരൂപണം. നമ്മൾ പഠിച്ചില്ലേ, വേദാധികാര നിരൂപണം. ജയ ജയ കോമള കേരളധരണി ആരുടെ വരികളാണ്? ബോധേശ്വരന്റെ. ഈ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് കേട്ടോ ബോധേശ്വരൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ പറഞ്ഞത്. ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ആരുടെ? ബോധേശ്വരന്റെ. വരിക വരിക സഹചര്യ ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ അംശി നാരായണപിള്ള. പിന്നെ നമ്മൾ ഇത് ജനഗണമന നമ്മൾ പഠിച്ചു. ആരുടെയാണ് ജനഗണമന? ആരുടെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. വന്ദേ മാതരം ആരുടെയാണ്? വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാരെ ജഹാം സേ അച്ച അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം ജയ ജയ കോമള കേരളധരണി ബോധേശ്വരൻ, വരിക വരിക സഹചര്യ അംശി നാരായണപിള്ള. ഇനി ചട്ടമ്പി സ്വാമികൾ സമാധി ആയത് 1924 മെയ് 5 പന്മനയിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? പന്മനയിൽ വെച്ചിട്ടാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ഏതാണ്? ബാലഭട്ടാരക ക്ഷേത്രം. നമ്മൾ പഠിച്ചതാണ്. ബാലഭട്ടാരകൻ, സർവ്വവിദ്യാധിരാജൻ, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ബാലഭട്ടാരക ക്ഷേത്രം. ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? ചട്ടമ്പി സ്വാമികളെ പറ്റി കിട്ടിയോ? ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻ പിള്ള അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികൾ എന്തൊക്കെയാണ്? ആരുടെ ഇങ്ങനെ ചോദിക്കും, ഏത് നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് 1853 ഓഗസ്റ്റ് 25. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ജസ്റ്റ് അറിഞ്ഞു വെക്കുക, അല്ലാതെ പഠിച്ചു വെക്കുക. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. എവിടെയാണ് ജനിച്ചത് നമുക്കറിയാലോ. ചട്ടമ്പിമാർക്ക് എന്താ പണി? ചട്ടമ്പി സ്വാമികൾക്കല്ലാട്ടോ. ചട്ടമ്പി എന്നുള്ള വാക്ക് മാത്രം നമ്മൾ എടുക്കുക. ചട്ടമ്പിമാർക്ക് എന്താ പണി? കൊല്ലും കൊലയൊക്കെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? കൊല്ലൂർ കണ്ണമൂല. എവിടെയാണ്? കൊല്ലൂർ കണ്ണമൂല. ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. വടികൊണ്ട് അടി കിട്ടിയിട്ടല്ലേ നമുക്കൊക്കെ ജ്ഞാനം ലഭിച്ചത്. അപ്പൊ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച വടി ആലോചിക്കുക, വടിവീശ്വരം. എവിടെ വെച്ചിട്ടാണ്? വടിവീശ്വരം. അതുവരെ കിട്ടിയല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കുക. വേദാധികാര നിരൂപണം, ആദിഭാഷ, ക്രിസ്തുമത ചേതനം, മോക്ഷപ്രദീപ ഖണ്ഡനം, ഇതൊക്കെ പ്രാചീന മലയാളം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓക്കെ, എല്ലാ കൃതികളെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് വെച്ചാൽ പ്രാചീന മലയാളം. സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏതാണ്? വേദാധികാര നിരൂപണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. ജയ ജയ കോമള കേരളധരണി ആരുടെയാണ്? ബോധേശ്വരന്റെ. വേദാധികാര നിരൂപണം എന്ന കൃതിയെ പറ്റിയിട്ട് വിവേകാനന്ദൻ എന്താണ് അഭിപ്രായപ്പെട്ടത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ തിരിച്ചെന്ത് പറഞ്ഞു? അദ്ദേഹം പക്ഷിരാജനായ ഒരു ഗരുഡനെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് ചുരങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട കുറച്ച് ചുരങ്ങൾ നോക്കാം. ആദ്യം ലിപുലേഖ് ചുരം. ഏതാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഏതാണ്? ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഓക്കെ, ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരം. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഉത്തരം പറയാൻ നമുക്ക് എന്ത് വേണം? ചുണ്ട് വേണ്ടേ? ലിപ്പ് വേണ്ടേ? അപ്പൊ ഈ ലിപ്പ് എന്താണ്? ലിപ്പ് ഉത്തരം. ഓക്കെ, ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആലോചിക്കണം. ഉത്തരം പറയാൻ നമുക്ക് എന്ത് വേണം? ലിപ്പ് വേണം അല്ലെ. അപ്പൊ ലിപുലേഖ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. അടുത്തത് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഈ ഷിപ്പ് പറഞ്ഞാൽ എന്താ? കപ്പൽ. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ആദ്യം ആലോചിക്കുക ഏത് കപ്പലാണ്? ടൈറ്റാനിക് ആണ് അല്ലെ. ഈ ടൈറ്റാനിക് എങ്ങനെയാണ് തകർന്നത്? ഹിമത്തിൽ ഇടിച്ചിട്ടാണ്, അല്ലെങ്കിൽ മഞ്ഞുകട്ടയിൽ ഇടിച്ചിട്ടല്ലേ തകർന്നത്. അപ്പൊ ഹിമം എന്നാലോചിക്കുക. ഹിമം എന്നാലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഈ ഹിമം എന്നുള്ളത് വെച്ചിട്ട് എന്തിനെ കണക്ട് ചെയ്യുക? ഷിപ്പിനെ കണക്ട് ചെയ്യുക. ഹിമം, ഷിപ്പ്, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് വെക്കുക. മറ്റേ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത്? ലിപ്പ് വെച്ചിട്ട് ഉത്തരം പറയാൻ നമുക്ക് ലിപ്പ് വേണം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഷിപ്കില ചുരം. ഷിപ്പ് എന്താണ്? ഷിപ്പ് കപ്പൽ. കപ്പൽ എന്തിലിടിച്ചിട്ടാണ് തകർന്നത്? ടൈറ്റാനിക് കപ്പൽ എന്തിലിടിച്ചിട്ടാണ് തകർന്നത്? എന്തിലാണ്?
ഹിമത്തിൽ ഇടിച്ചിട്ടാണ് അല്ലേ. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഇനി സോജില ചുരം ശ്രീനഗറും കാർഗിലും, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. നാദുല ചുരം സിക്കിമും ടിബറ്റും. GMO ഒന്നുമില്ല, സിക്കിമും ടിബറ്റും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കാം. ലിപുലേഖ് ചുരം, ലിപു നമുക്ക് എന്തിനാണ്, ഉത്തരം പറയാനാണ് അല്ലെ. ഉത്തരം പറയാൻ നമുക്ക് എന്ത് വേണം, ലിപു വേണം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. പിന്നെ സോജില ചുരം ശ്രീനഗർ കാർഗിൽ, സോജില ശ്രീനഗർ കാർഗിൽ, സോജില ശ്രീനഗർ കാർഗിൽ, സോജില ശ്രീനഗർ കാർഗിൽ, സോജില ശ്രീനഗർ കാർഗിൽ. നാദുല ഏതാണ്, സിക്കിമും ടിബറ്റും. നാദുല ചുരം സിക്കിമും ടിബറ്റും. സോജില ശ്രീനഗർ കാർഗിൽ, സോജില ശ്രീനഗർ കാർഗിൽ. ഈ സോജില എന്നുള്ള ഒരു സ്ത്രീയുടെ പേരാണെന്ന് അറിയിച്ചാൽ മതി. അപ്പൊ സ്ത്രീ അവിടെ കിട്ടണം. ഓക്കെ, സോജില എന്നുള്ള ഒരു സ്ത്രീയുടെ പേരാണ്. ഓക്കെ, അപ്പൊ ശ്രീനഗർ കാർഗിൽ. നാദുല ചുരം സിക്കിമും ടിബറ്റും. പിന്നെ അത് മാത്രമല്ല പഠിക്കാനുള്ളൂ, നാദുല ചുരം സിക്കിമും ടിബറ്റും. അതുവരെ ക്ലിയർ അല്ലേ. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡും ടിബറ്റും. പിന്നെ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്, ഷിപ്കില ചുരം. ഷിപ്പ് കപ്പൽ എവിടെ ഇട്ടിട്ട് ഹിമത്തിൽ ഇടിച്ച് തകർന്നു, അങ്ങനെ ആലോചിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം, ഹിമം കിട്ടണം, ഹിമാചൽ പ്രദേശ്. പിന്നെ ഏതാണ് ഷിപ്പ്, എന്താണ് കപ്പൽ. പിന്നെ അടുത്ത ഏതാ നമ്മൾ പഠിച്ചത്, സോജില ചുരം ശ്രീനഗറും കാർഗിലും. പിന്നെ ഏതാണ് നാദുല ചുരം സിക്കിമും ടിബറ്റും. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമുക്ക് അയിരുകൾ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അയിരുകൾ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒന്ന് AB എന്ന് ആലോചിച്ചേക്കാം. AB അലുമിനിയം ബോക്സൈറ്റ്, അലുമിനിയം ബോക്സൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം, അലുമിനിയം ബോക്സ് എന്ന് ആലോചിക്കാം. അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ അലുമിനിയം ബോക്സൈറ്റ്. ഇരുമ്പ് ഹേമറ്റൈറ്റ്, HI എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ HI എന്താണ്, H ഹേമറ്റൈറ്റ്, I എന്താണ്, അയൺ. ഇരുമ്പ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് കേട്ടോ അലുമിനിയം ബോക്സൈറ്റ്. അതെന്താണ്, അലുമിനിയം ബോക്സ്, ഇരുമ്പ് ഹേമറ്റൈറ്റ്. HI എന്ന് ആലോചിച്ചാൽ H എന്താണ്, ഹേമറ്റൈറ്റ്, I എന്താണ്, ഇരുമ്പ്. I അയൺ, ഇരുമ്പ് അയൺ. ഓക്കെ, മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. യുറേനിയം പിച്ച് ബ്ലെൻഡ്, നമുക്ക് എങ്ങനെ ആലോചിക്കാം, നമ്മൾ ഒരാളെ പിച്ചാൻ പോവാണ്. അപ്പൊ നമ്മൾ കൈ എങ്ങനെ പിടിക്കുക, അങ്ങനെയല്ലേ, U പോലെയല്ലേ പിടിക്കുക. കൈ ഇങ്ങനെ U പോലെ പിടിക്കുന്ന ആലോചിച്ചൂടെ. കൈ ഇങ്ങനെ U പോലെ പിടിച്ചിട്ടാണ് നമ്മൾ പിച്ചാൻ പോവുക. അപ്പൊ യുറേനിയം പിച്ച് ബ്ലെൻഡ്. ഓക്കെ, യുറേനിയം പിച്ച് ബ്ലെൻഡ്. മെർക്കുറി സിന്നബാർ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്, മെർക്കുറിയാണ്. ഓക്കെ, മെർക്കുറിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. അപ്പൊ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം, മെർക്കുറി സിന്നതല്ലേ, സിന്ന ഗ്രഹമാണ്. അപ്പൊ സിന്നബാർ, മെർക്കുറി സിന്നബാർ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെർക്കുറി സിന്നത്. അപ്പൊ സിന്നബാർ, മെർക്കുറി സിന്നബാർ. തോറിയം മോണോസൈറ്റ്, തോമോ. ഓക്കെ, തോറിയം മോണോസൈറ്റ്, തോമോ അങ്ങനെ ആക്കിയാൽ മതി, തോമോ. അപ്പൊ തോറിയം മോണോസൈറ്റ്. സിങ്ക് കലാമൈൻ സിങ്ക് ബ്ലെൻഡ് നമുക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ എന്താ പഠിക്കുന്നത്, കലാമൈൻ ആണ്. അപ്പൊ കലം സിംഗിലിട്ട് കഴുകാന്ന് ആലോചിച്ചാൽ മതി, കലം സിംഗിലിട്ട് കഴുകുക. അപ്പൊ സിങ്ക് ബ്ലെൻഡ്, കലാമൈൻ. പിന്നെ ലെഡ് ഗലീന. കോപ്പർ മാലക്കൈറ്റും കുപ്രൈറ്റും നമുക്ക് കിട്ടും. പിന്നെ എന്താണ്, കോപ്പറിന്റെ മാല എന്ന് ആലോചിച്ചാൽ മതി, കോപ്പറിന്റെ മാല. അപ്പൊ കോപ്പർ, മാലക്കൈറ്റ്, കുപ്രൈറ്റ്. കാൽസ്യം ഡോളമൈറ്റ്, കാൽസ്യം എന്താണ്, ഡോളമൈറ്റ്, കാൽസ്യം ഡോളമൈറ്റ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. അലുമിനിയം ബോക്സ്, അങ്ങനെ ആലോചിച്ചാൽ പറയാം, അലുമിനിയം ബോക്സ് അല്ലെങ്കിൽ അലുമിനിയം AB അലുമിനിയം ബോക്സൈറ്റ്. പിന്നെ HI അയൺ ഹേമറ്റൈറ്റ്. H എന്താണ്, ഹേമറ്റൈറ്റും, I അയൺ അല്ലെങ്കിൽ ഇരുമ്പ്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് കേട്ടോ. പിന്നെ യുറേനിയം, നമ്മൾ ഒരാളെ പിച്ചണമെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ U പോലെ പിടിക്കും, U പോലെ പിടിച്ച് അയാളെ പോയി പിച്ചും. അപ്പൊ യുറേനിയം പിച്ച് ബ്ലെൻഡ്. മെർക്കുറി എന്താണ്, മെർക്കുറി സിന്നബാർ, സിന്ന ഗ്രഹമല്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി. അപ്പൊ സിന്നത്, അപ്പൊ സിന്നബാർ, മെർക്കുറി സിന്നബാർ. തോറിയം മോണോസൈറ്റ്. സിങ്ക്, ഒരു കലം സിംഗിലിട്ട് കഴുകുകയാണ്, എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കലാമൈൻ സിങ്ക് ബ്ലെൻഡ്. ലെഡ് ഗലീന. കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും. ഓക്കെ, കാൽസ്യം ഡോളമൈറ്റ്. അതുവരെ ക്ലിയർ അല്ലേ. അപ്പൊ അയിരുകളും ക്ലിയർ അല്ലേ, കാൽസ്യം ഡോളമൈറ്റ്. പിന്നെ ലെഡ് ഗലീന, സിങ്ക് ബ്ലെൻഡും. പിന്നെ അതാണ് കലാമൈൻ. അപ്പൊ കലം സിംഗിലിട്ട് കഴുകുക എന്നാലോചിക്കുക. എല്ലാത്തിനും ഒരു കണക്ഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ ഇന്നെടുത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്